പി കെ കുഞ്ഞാലിക്കുട്ടി എന്തിനാണിപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് പല തീസിസുകൾ പ്രചരിക്കുന്നുണ്ട്. ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടാണ് താൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി. മതേതരത്വം സംരക്ഷിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പോക്കെന്ന് കോൺഗ്രസ്. കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചുവടുമാറ്റമെന്ന് ഇടതുപക്ഷവും CPM-ഉമായി ഏറ്റുമുട്ടാൻ മടിച്ചിട്ടാണ് എന്ന് BJP-യും അടക്കം പറയുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഏറ്റവും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എനിക്ക് നല്ലപോലെ അറിയാം. അവിടെ ചെന്ന് നാളെ ഒരു പട്ടുമെത്തയിൽ കിടക്കാനല്ല പോകുന്നത്, മുൾമുനയിലൂടെ നടക്കാനാണ് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അത് സാരമില്ല. ഇപ്പോ കുഞ്ഞാപ്പ പോണം എന്ന് തങ്ങൾ പറഞ്ഞാൽ ഞാൻ പോയിരിക്കും, യാതൊരു സംശയവും. ചെന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നാണ്, അത് ചെന്നതിന് ശേഷം വിമർശകർക്ക് കാണാം എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത് തന്നെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവായി ഇരുന്ന് അടുത്ത 4 കൊല്ലം പിണറായി വിജയനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ദില്ലിയിൽ പോയിട്ട് നരേന്ദ്രമോദിയെ ഒന്ന് വിറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊന്നുമല്ല. പോകുന്നതിന്റെ ഉദ്ദേശം, പോവാൻ തീരുമാനിച്ചതിന്റെ ഉദ്ദേശം തന്നെ പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കണ്ണനും തന്നാലായത് അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും, അല്ലാതെ ഞാൻ അവിടെ എത്തിയതിന്റെ പിറ്റേന്ന് നരേന്ദ്രമോദിയെയും കൊണ്ട് ഇങ്ങോട്ട് പോരും എന്നൊന്നും ഞാൻ പറഞ്ഞു. എന്താ സാധനം ചീങ്കണ്യ. നമ്മുടെ രാജ്യത്തെല്ലാം മതേതര ജനാധിപത്യ ശക്തികളുടെയും വലിയ തോതിലുള്ള ഐക്യമാണ്, യോജിപ്പാണ്. മതേതര മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഡൽഹിയിൽ നേതൃത്വം കൊടുക്കാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിജയം മലപ്പുറത്ത് അനിവാര്യമാണ്. നരേന്ദ്രമോദിക്കും BJP-ക്കുമെതിരെ വിശാല പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാനാണ് കുഞ്ഞാപ്പ പോകുന്നത് എന്നാണല്ലോ പൊതുവെ പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിഗമനമാണ് RSS സംഘപരിവാർ വക്താവ് KVS ഹരിദാസ് മുന്നോട്ട് വയ്ക്കുന്നത്. മോദിയോടും BJP-യോടും അടുക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം. ഞാൻ വിചാരിക്കുന്നത് ലോകസഭയിൽ കുഞ്ഞാലിക്കുട്ടി വരുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം NDA-യൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഭേദമായിരിക്കും പല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസുകാരെ അപേക്ഷിച്ച്. കാരണം നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട്. വടകര ബേപ്പൂർ സഖ്യമൊക്കെ ആലോചിച്ച് നോക്കൂ. BJP-യുമായിട്ട് കൈകോർക്കാൻ മുൻകൈയെടുത്ത ഒരാളല്ലേ അന്ന് കുഞ്ഞാലിക്കുട്ടി. അപ്പൊ അത്തരത്തില് നല്ല സൗഹൃദം BJP നേതാക്കന്മാരുമായിട്ടും സംഘടനയുമായിട്ടും വച്ച് പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഏക മാർഗം. അതിനുള്ള വഴി അദ്ദേഹം കാണുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളീ നിങ്ങളെത്താൻ എന്താ സാധനം ചീങ്കണ്യ. ഇതൊന്നുമല്ലാതെ ഇടതുമുന്നണിയിലെത്താൻ CPM ദേശീയ നേതൃത്വത്തിന്റെ മനസ്സു മാറ്റാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ യാത്രയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയായ BDJS-ന് BJP-യോടുള്ള പിണക്കമെല്ലാം പറഞ്ഞു തീർത്തതായി ഡൽഹിയിൽ പോയി അമിത്ഷായുമായി ചർച്ച നടത്തിയ മകൻ വെള്ളാപ്പള്ളി പറയുന്നു. അച്ഛനും മകനും 2 തരത്തിൽ വർത്തമാനം പറഞ്ഞ് BDJS-ന്റെ പ്രവർത്തകരെയും നാട്ടാരെയും ഫൂളാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. BJP വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുമ്പോഴാണ് മകൻ ഒത്തുതീർപ്പിന് പോയത്. കിട്ടുന്ന ചില്ലറയും വാങ്ങി ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ അമിത്ഷാ പറഞ്ഞു കാണും. ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും.
തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഞങ്ങൾ നേരത്തെ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പോസ്റ്റ് കൊടുത്തവരെല്ലാം പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനത്തിന് ആളുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ 4-5 ചെറിയ പോസ്റ്റുകൾ മാത്രമേ ബോർഡ് മെമ്പർമാരും ചില ഇതിന്റെ ചെയർമാനും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവർക്കെല്ലാം ആ പോസ്റ്റുകളെല്ലാം കൊടുക്കും. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ആ പോസ്റ്റിങ്ങൾ നടക്കും. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. പുതിയ പാർട്ടികളെ കൊണ്ടുവരിക, അതിനോടൊപ്പം ഇപ്പം പല കാര്യങ്ങളിലും ചർച്ച ചെയ്ത് പോകുന്നില്ല എന്നുള്ള ആക്ഷേപം പലയിടത്തും ഉള്ളതുകൊണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് സമരപരിപാടികൾ എല്ലാം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള പല സമരങ്ങളും BJPയുടെ മാത്രം പേരിലായിരുന്നുവെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന എല്ലാ സമരപരിപാടികളും എല്ലാം NDA എന്നുള്ള നേതൃത്വത്തിൽ എന്നുള്ള പേരിൽ തന്നെയായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത്. NDA നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. കാരണം പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ സാധാരണ കാണുന്ന ഇവർ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ നോക്കുമ്പോൾ അവിടെ ഇവിടെ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്നു. ആ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് NDA എന്നുള്ള പേരിലല്ല BJP എന്നുള്ള പേരിൽ മാത്രമാണ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള സമരപരിപാടികളെല്ലാം ഇത് NDAയുടെ പേര് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞ് അത് ശരിയല്ല എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം തുറന്നു വന്നിട്ടുള്ളത്. അല്ല, ഇതിലല്ല അദ്ദേഹം. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. പിള്ള മനസ്സിൽ കള്ളമില്ല, പ്രതീക്ഷ മാത്രം. ഭാഗമാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് ഞങ്ങൾ വരുമ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആഫീസ് കയറി ഇറങ്ങാൻ പറ്റും. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല എന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് ബിയും ആർ ബാലകൃഷ്ണപിള്ളയും. UDF വിട്ട് ഇടതുമുന്നണിയെ പിന്തുണച്ചെങ്കിലും കിടപ്പ് ഇപ്പോഴും LDFിൻ്റെ കോലായിൽ തന്നെ. മുന്നണിയിൽ പുതിയ ഘടകകക്ഷികളെ എടുക്കുന്നത് സംബന്ധിച്ച് LDF ആലോചിച്ചിട്ട് പോലുമില്ല. മുന്നണിക്കകത്ത് കാര്യങ്ങൾ പറയാനും പറ്റുന്നില്ല. മുന്നണിയുടെ പുറത്ത് വല്ലതും പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള സമ്മതിക്കുന്നു. എങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും പിള്ള കൈവിടുന്നില്ല. അത് വാക്ക് പറഞ്ഞവരുടെയും തന്നവരുടെയും മാന്യതയാണ്. അത് പാലിക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും അത് അതിൻ്റെ മാന്യതയാണ്. ഭാഗമാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് ഞങ്ങൾ വരുമ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആഫീസ് കയറി ഇറങ്ങാൻ പറ്റും. ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഓക്വേർഡാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഓക്വേർഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞങ്ങൾ അകത്തിരുന്ന് അഭിപ്രായം പറയാൻ ഞങ്ങളില്ല. ഗവൺമെൻറ്റിനെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അനുകൂലമായിട്ടുണ്ടെങ്കിലോ പുറത്തു നിന്ന് അഭിപ്രായം പറയാൻ കഴിയുന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ലല്ലോ. അല്ലെ, വിചാരിച്ച് പറ്റിയ സന്ദർഭം ആദ്യം വെച്ചാൽ ആ സന്ദർഭം ഉപയോഗിച്ച് കാലുവാനാനൊന്നും ഞങ്ങളില്ല. കിട്ടിയ ഒരു സന്ദർഭം ഉപയോഗിച്ച് കളയാം. അത് മലപ്പുറം ഇലക്ഷൻ ആകട്ടെ, ആ പരിപാടിയൊന്നുമില്ല. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പമാണ്. പ്രതീക്ഷയില്ലേ മനുഷ്യൻ ജീവിക്കാനൊക്കെ. മിഷൈൽ മരിച്ചതുപോലെ മരിച്ചു പോകത്തില്ല. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് പറയാനൊന്നും ബാലകൃഷ്ണപിള്ള തയ്യാറല്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടും. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് 7 നിയോജകമണ്ഡലങ്ങളിൽ നേടാൻ കഴിയും. അത് എത്രമാത്രം എന്ന് പറയണമെങ്കിൽ ഇലക്ഷൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടേ പറയാനൊക്കെ. സർക്കാരിൻ്റെ വിലയിരുത്തൽ ആവുമെന്ന് കോടിയേരി പറഞ്ഞത് വോട്ട് കൂടുതൽ ലഭിക്കുമ്പോൾ ശരിയാവുമെന്ന് പിള്ള. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ. പിള്ള കുറച്ചുകൂടി വലിയ ടാർഗറ്റാണ് LDFന് നൽകുന്നത്. കോടിയേരി ഉദ്ദേശിച്ചിരിക്കാനിടയുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കുമെന്നായിരിക്കും ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ലീഗും CPM-ഉം തമ്മിൽ സഖ്യം എന്ന ആരോപണത്തെ പിള്ള ചിരിച്ചു തള്ളുന്നു. അതൊക്കെ ശുദ്ധമായ തെറ്റാണ്, അസംബന്ധമാണ്. അങ്ങനെയൊന്നും ഒരു ബന്ധവും ഇടതു മുന്നണിയും മുസ്ലിം ലീഗുമായിട്ടുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. കേരളത്തിലത് നടക്കത്തുമില്ല. മറ്റേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം, പക്ഷേ കേരളത്തിലത് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.